ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മച്ചാൻ വരെ ഇന്ന് റൈഡ് വീഡിയോ എന്നല്ല, നമ്മളൊരു കരിസ്മ 6 എടുത്തായിരുന്നല്ലോ. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പോയി എടുക്കണം. അപ്പോൾ നമ്മൾ കാലടിയിൽ ഒരു പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലാണ്, എസ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഉള്ളി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വണ്ടി ഒന്ന് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് സ്പെയർ പാർട്സുകളും വന്നിട്ടുണ്ട്, ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ മച്ചാൻ വരെ വീഡിയോ കാണുക. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിപ്പിക്കുക. നമ്മുടെ വണ്ടി പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചേസ് പെയിൻ്റ് അടിച്ച് വെച്ചാൽ നമ്മൾ ഇനി ടാങ്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ കൂടെ വന്ന വർക്ക്ഷോപ്പിലെ പയ്യനുണ്ടോ അത്, അപ്പോൾ അവനെ കൂടി വന്നിട്ടാണ് നമുക്ക് വണ്ടി കുറച്ച് ഫിറ്റിങ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ബ്രേക്ക് പെയിൻ്റ് അടിച്ചപ്പോൾ ജാമായിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഡിസ്ക് പാഡൊക്കെ ഒന്ന് അകത്തിയിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അത് കുഴപ്പമില്ല, അത് ഒക്കെ വേറെ നമുക്ക് വാങ്ങിക്കാം. അടിച്ചോ, നമുക്ക് ബ്രേക്ക് പാടില്ലാണ്ടും ഉണ്ടായില്ല. അത് അല്ലെങ്കിൽ ഫിറ്റ് അല്ല, നമുക്ക് അവിടെ പോയിട്ട് ഫിറ്റ് ചെയ്യാം. ബ്രേക്ക് വേണ്ടല്ലോ, ബാക്കിലെ പോലെ. ആ മുകളിൽ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ബ്രേക്ക് ഫിറ്റ് ചെയ്യണുള്ളൂ. അതിൻ്റെ അലേക്ക് എടുത്തിട്ടില്ല. പിന്നെ അടിച്ച് വെറുതെ പെയിൻ്റ് കളയണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് ചേസ് അടിച്ച് നല്ല അടിപൊളി പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് മെറ്റാലിക് ബ്ലാക്ക് ഗ്രേ കളറാണ് അടിച്ചത് എൻജിനിൽ. ചേസിൽ നമ്മൾ ചേസ് ബ്ലാക്ക് എന്തായാലും കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചേട്ടൻ ഇതിൻ്റെ അവസാനത്തെ ടച്ചപ്പ് ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ മറ്റേ ഫ്രണ്ട് കിറ്റ് പഴയ തന്നെ ഇവർ പെയിൻ്റ് അടിച്ച് വെച്ചു. ഞാനത് അടിക്കേണ്ടെന്ന് പറഞ്ഞത് പുതിയത് ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അതായത് ഇതിൻ്റെ മൗണ്ടിങ് കിറ്റൊക്കെ ഇളകിപ്പോയതുകൊണ്ട് പുതിയത് ഓർഡർ ചെയ്യാവുന്ന രീതിയിൽ ഇത് അടിക്കേണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ടാങ്ക് അപ്പുറത്തെ റൂമിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞാൽ പേൾ വൈറ്റ് മെറ്റാലിക്കാണ്, ചെറിയൊരു മെറ്റാലിക് പോലെ തന്നെ പേൾ വൈറ്റ് എന്ന് പറയുന്നത്. വൈസറൊക്കെ കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി ടെയിൽ പീസും കാര്യങ്ങളൊക്കെ അത് എവിടെയുണ്ട്, സൈഡ് വാനിലൊക്കെ ബോക്സിലിട്ട് ഉണ്ട്. അതും പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ മെക്കാനിക്ക് പോയി നമ്മുടെ വണ്ടിയിൽ ടാങ്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ ഒഴിക്കണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അതൊക്കെയാണ് അടുത്ത പരിപാടി. എൻ്റെ ഫിനിഷിങ് നോക്കി ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചോണ്ടോ. പിന്നെ ഇത് ഈ ഫ്രണ്ടിലത്തെ സ്റ്റമ്പ് ഒരു ഗോൾഡൻ അടിച്ച്, ഞാൻ ഗോൾഡൻ അടിക്കണ്ട, ഒരു ഗ്രേ വിത്ത് മെറ്റാലിക് അടിക്കാനാണ് പറഞ്ഞത്. പക്ഷേ അവർ ഗോൾഡൻ അടിച്ച് വെച്ച്, എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് വാലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. അതെന്തായാലും ഇവിടെ ഫിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വണ്ടി ഓടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ റോട്ടിയുടെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് കിറ്റൂടെയും ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാൻ മതി, എൻ്റെ സൈഡ് വാനിലും ടെയിൽ പീസും കാര്യങ്ങളൊന്നും ഒറിജിനലല്ല. ഞാനത് കുറഞ്ഞ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം വാങ്ങിച്ചാണ് രണ്ടാമത് ഇവിടെ കൊണ്ടുവന്ന് പെയിൻറ്റ് ചെയ്യിപ്പിച്ചത്. എന്താണ് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കാര്യമൊക്കെ ഇതൊക്കെ എഞ്ചിൻ്റെ പെയിൻറ്റിങ് ഫിനിഷ് നല്ല കണ്ടീഷനാണ്. പിന്നെ ഈ മുകളിലെ ടോപ്പിലെ പെട്രോൾ ടാങ്കിൻ്റെ ഇതൊക്കെ ഞാൻ ഗ്രേ അടിക്കാൻ പറഞ്ഞത്, ഇവിടെ മെറ്റാലിക്കാണ് അടിച്ചത്, സിൽവർ. അപ്പോൾ ചവരി നമുക്ക് ഇനി വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് ഒരു 2 ആഴ്ച ആയിരുന്നു. കുറച്ച് തിരക്കുകൾ കാരണം പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവസാനം പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ചോക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഐഡിയൽ സ്പീഡിലോട്ട് ആക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട് കിറ്റ് കൂടി പിടിപ്പിച്ചിട്ട് നമുക്ക് വണ്ടി കൊണ്ട് ഓടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ മച്ചാൻ വരെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് സ്പെയർ പാർട്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ട് കിറ്റായിട്ട് കയറിയിട്ടുണ്ട്. ഇത്തിട്ട് വരുമ്പോൾ വണ്ടി വേറെ ലെവലാണ്, വേറെ ജാതി സാധനമാണ്. അപ്പോൾ വെച്ചാൽ മതി, ഈ ഫ്രണ്ട് കിറ്റിൻ്റെ കഥ പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ കമ്പനി ഫിറ്റിങ്സ് ഒക്കെ വളരെ ശോകമാണ്. നമ്മൾ ഇളകി പോകാണ്ട് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. എന്തായാലും അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാനിത് പുതിയ കിറ്റ് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് കിറ്റിൻ്റെ ഫിറ്റിങ്ങൊക്കെ ഒടിഞ്ഞു പോയതുകൊണ്ടാണ്. ഫിറ്റിംഗ് മൗണ്ടുകളെല്ലാം ഒടിഞ്ഞു പോയി. അതുകൊണ്ടാണ് പുതിയത് ഓർഡർ ചെയ്തത്. എന്തായാലും ഇതിപ്പോൾ അവർ പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് തൽക്കാലം ഇത് വെച്ചിട്ടുണ്ട് ഓടിക്കാം. വരുമ്പോൾ നമുക്ക് അടുത്തത് കയറ്റാം. മച്ചാമാരെ, ഇനി നമ്മൾ വണ്ടി നേരെ പോവാണ്, വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ എന്നാലും അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി സ്പെയർ പാർട്സും കാര്യങ്ങളും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ, എന്താ ചെയ്യാൻ പോകുന്നത്. ഓക്കെ മച്ചാനെ, വീഡിയോ കാണുക. വണ്ടി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് അധികം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ ഫോണൊക്കെ ഉണ്ടായിരുന്നത്, ക്യാമറ ഉണ്ടായില്ല. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഫ്രണ്ട് അഴിച്ചു വെച്ചാണ്ടോ റോട്ടിൽ ഓടിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഫിറ്റ് ചെയ്താൽ കൊണ്ടുവന്നത്. ഒരു വീട്ടിലോട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് വരാണ്ട് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ വെച്ചാൽ വരെ ഇതാണ് ഫ്രണ്ട് കിറ്റിൻ്റെ ഇന്നർ ഭാഗത്തുള്ള ഇതിൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ കാണുന്നത്. വേണ്ട അതിൻ്റെ ഈ 2 സൈഡിലുള്ള മൗണ്ടിലാണ് ടാങ്കിനോട് ചേർന്ന് വയ്ക്കുന്ന
ഒരു മൗണ്ടിങ് ആണ് അതിൻ്റെ ഈ നീണ്ടുന്ന സംഭവം ഉണ്ട്, അത് ഒടിഞ്ഞു പോയേക്കാണ് രണ്ട് സൈഡിൽ. പിന്നെ ഈ ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഫ്രണ്ട് വെയിറ്റ് തോന്നിയിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേ ഉണ്ട് ഇങ്ങനെ, അത് ചേസുമ്പോൾ തന്നെ ഉള്ളതാണ്. പിന്നെ ഈ കുറ്റി പോലത്തെ സാധനം, ഇത് നമ്മുടെ ചേസ് മേക്കർ രണ്ട് ഹോളുണ്ട് റബ്ബർ ആകുമ്പോൾ കയറി. ഇത് ഹെഡ്ലൈറ്റുമേ തന്നെയാണ് മോൾഡ് തന്നെയാണത്. ഇത് ചുമ്മാ ABS ഫൈബറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെറ്റൽ പീസിൽ ഉണ്ടാക്കേണ്ടതായിരുന്നു. അവന്മാരുടെ ഹീറോ ആദ്യകാലത്ത് ചെയ്ത് വെച്ചൊരു മണ്ടത്തെ പരിപാടിയാണ് അത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒടിഞ്ഞു. അപ്പോൾ ആ സാധനമൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ ഈ കിറ്റ് ഒഴിവാക്കാന്നുള്ള പരിപാടി ചെയ്തിരുന്നത്. പക്ഷേ അവന്മാർ മൊത്തം പെയിൻ്റ് അടിച്ച് കണ്ടിന്യൂടാക്കി തന്നു. അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഗ്ലാസ് വരെ ഒരു പോളിഷ് ചെയ്ത് ക്ലിയറാക്കി. പിന്നെ ഇവിടെ ലോക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഗ്യാപ്പ് തോന്നും. ഈ യൂണിറ്റ് തന്നെ എത്ര പീസ് ഉണ്ടാകും? 2 സൈഡ് പീസ്, ഇത് ഒരു പീസ്, അപ്പോൾ 3 പീസായി. പിന്നെ അത് ഇന്നർ പീസ് 2 എണ്ണം, അപ്പോൾ 3 2 5 പീസ്. പിന്നെ ഈ 2 ഒരു എല്ല് പോലത്തെ പീസിൻ്റെ സൈഡിൽ, അപ്പോൾ 5 2 7 പീസ്. പിന്നെ ഹെഡ്ലൈൻ്റെ സംഭവം മൊത്തം 8 പീസാണ് തന്നെ അതിനകത്ത്. അപ്പോൾ വണ്ടിയിലോട്ട് ഫിറ്റിംഗ് ഒക്കെ പതിയെ ഉണ്ടാവുള്ളൂ. കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അതുമ്മയ്ക്ക്. ഇതിൻ്റെ വയറിംഗ് കിറ്റും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എഞ്ചിനൊക്കെ നിർത്തിയാണ് പെയിൻ്റ് അടിച്ചത്, ചേസൊക്കെ നിർത്തി പെയിൻ്റ് അടിച്ചത്. അതുകൊണ്ട് നെട്ടും ബോൾട്ട് വരെയും പെയിൻ്റ് അടിച്ചേക്കാണ്. സൈലൻസറൊക്കെ ഒന്ന് ഈ ഷീൽഡ് മാറണം, പുതിയത് വാങ്ങിക്കണം. അതൊക്കെയെല്ലാം കണ്ടീഷൻ ഉണ്ടോ. ഇതിൻ്റെ ബാക്കിലോട്ടുള്ള സൈഡ് പാനലും കാര്യങ്ങളൊക്കെ ഒറിജിനൽ വാങ്ങിച്ചില്ല. അതെനിക്ക് വേറൊരു പ്ലാനുണ്ട്. കുറച്ച് ആളെ നമ്മൾ സൈഡ് പാനൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ZMRൻ്റെ ടെയിൽ ലാമ്പും സൈഡ് പാനലും ടെയിൽ പീസ് വെക്കണം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒറിജിനലല്ല വാങ്ങിച്ചത്. അത് സാധനം പറഞ്ഞൊരു ഡൽഹി സെറ്റ് വരുന്നുണ്ട്, വലിയ റേറ്റ് ഒന്നുമില്ല ആ സാധനങ്ങൾ വാങ്ങിച്ചത്. SA എന്ന് പറഞ്ഞ കമ്പനിയാണ്. പിന്നെ ബാക്കിൽ മൺകാട് എനിക്ക് ZMRൻ്റെ, അതായത് ലാസ്റ്റ് ZMR അല്ല, 2013 മുമ്പുള്ള ZMRൻ്റെ ഈ മൺകാട് റിയർ വെക്കണം എന്നൊരു ആഗ്രഹം. അത് ഓർഡർ എടുത്തിട്ട് വന്നല്ല, അത് വന്നിട്ടാണ്, അത് ഫിറ്റ് ചെയ്താലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ വെയിറ്റ് ചെയ്തേക്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഷോക്ക് കപ്സിൻ്റെ സ്പ്രിങ്ങും ഞാൻ പെയിൻറ്റ് ചെയ്തല്ലോ കേട്ടോ. അത് വേറെ കുറച്ച് പ്ലാനുകളുണ്ട്, പതിയെ പറയാം. പിന്നെ ടാങ്ക് നമുക്ക് ഇവിടെ ഒരു ഞളക്കൊക്കെ ഉണ്ടാക്കി ഒരു കണ്ടീഷനൊക്കെ തന്നത് കേട്ടോ. ഞളക്കൊക്കെ മാറ്റി സൂപ്പറാക്കിയിട്ടുണ്ട്. കംപ്രഷൻ ചെയ്ത് കോതമംഗലത്ത് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാണ് ടാങ്കൊക്കെ ശരിയാക്കി കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ ഒറിജിനലല്ല, അത് ഡൽഹി സാധനമാണ്, നമ്മൾ ഓൺലൈനിൽ വരുത്തിയ സാധനം കേട്ടോ. പിന്നെ അതിൻ്റെ മീറ്റർ കാര്യം, മീറ്റർ ഇപ്പോൾ 2 മീറ്റർ ഉണ്ട് കയ്യിൽ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോക്ക് ഇരുന്ന മീറ്ററാണ്, യെല്ലോ ഷെയ്ഡുള്ളത്, ഒറിജിനൽ കരിസ്മയുടെ. ഈ മീറ്റർ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ എൻ്റെ മീറ്റർ കേസ് പോയി കിടക്കുകയാണ്, എൻ്റെ ഇവിടുത്തെ ഈ സ്വിച്ചൊക്കെ പോയിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഒറിജിനൽ ഇരുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്നത് വേറെ ഒരെണ്ണമുണ്ട്, അത് ഒറിജിനലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വേസത്തുനിന്ന് കിട്ടിയതാണത്. ഉണ്ടോ, ഇതിന് ഇതിൻ്റെ ഡയലൊന്നും യെല്ലോ അല്ല, അതുമ്പോൾ പിന്നെ കരിസ്മാന്ന് എഴുതിയിട്ടുള്ള ഹീറോ ഒന്നും എഴുതിയിട്ടില്ല. ചിലപ്പോൾ ഒറിജിനലായിരിക്കില്ല അത്. ഇത് വർക്കിംഗ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഡയലൊക്കെ എടുത്ത് അതിനകത്ത് ഇടണം, അല്ലെങ്കിൽ അതിൻ്റെ ഡയൽ എടുത്ത് ഇടണം, ശരിയാകണം എന്തായാലും. അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ സ്പെയറുകളെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാം എത്തിയിട്ടില്ല. ഈ ഫ്രണ്ട് കിറ്റ് പഴയതാണ്, ഈ കാണുന്നതെല്ലാം പുതിയത് വാങ്ങിച്ചതാണ്. ഇത് ഒറിജിനൽ ഹീറോൻ്റെ മൺകാട് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചാണ്, 1100 രൂപ. പിന്നെ ഈ ടെയിൽ ലാമ്പ് ബ്രേക്ക് ലൈറ്റ് നമ്മുടെ പഴയത് തന്നെയാണ്, വന്നിട്ടില്ല സാധനം പുതിയത്. പിന്നെ ഈ സാധനമാണ് നമ്മൾ പുതിയത് വാങ്ങിച്ചത്, ഇത് ഒറിജിനലല്ല, ഇത് ഡൽഹി കമ്പനിയുടെ സാധനമാണ്. SA എന്നും പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഏകദേശം ഈ ഒരു പീസിന് ഒറിജിനൽ ഈ പീസിന് 450 രൂപ റേഞ്ച് ഉണ്ട്. അപ്പോൾ 2 എണ്ണമാകുമ്പോൾ 1000 അടുത്തായി. ഈ പീസ് എനിക്ക് കിട്ടിയത് ഇതൊക്കെ കൂടി ഈ 1 2 3 4 5 പീസ് കൂടി ഏകദേശം 2500 രൂപ വന്നിട്ടുള്ളൂ. 5 പീസല്ല, 5 2 7 പീസ് കൂടി 2500 രൂപ ഓൺലൈനിൽ വരുത്തിയതാണ്. പിന്നെ നമ്മളിത് ഇതിൻ്റെ പെയിൻറ്റിംഗ് ഒന്നും ഇപ്പോൾ ഉള്ളത് വലിയ സുഖം ഉണ്ടായില്ല. അതായത് ഈ സാധനത്തിനുള്ള പെയിൻറ്റിങ് ഒരു മെനു ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് വണ്ടി പെയിൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലെ പുള്ളിക്കാരൻ മൊത്തത്തിൽ രണ്ടാമത് പെയിൻറ്റിങ് ചെയ്ത് തന്നു, സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് തന്നു. നമ്മൾ ഈ വില കുറഞ്ഞത് വാങ്ങിക്കുമ്പോൾ സ്റ്റിക്കർ ഉണ്ടാവില്ല, ഒറിജിനൽ കമ്പനിയുടെ ആണെങ്കിൽ സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ വരാനുള്ളത് ഫ്രണ്ട് ബോഡിക്കിറ്റിൻ്റെ ഫുൾ സെറ്റ് വരാനുണ്ട്. അതിനാണെങ്കിൽ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഒരാഴ്ചയെങ്കിലും പിടിക്കും. ആ ഒരു പീസിന് തന്നെ 2500 രൂപ ഉണ്ട് സൈഡിലെ ഫ്രണ്ട് കൗള്, ലെഫ്റ്റും റൈറ്റും കൂടി ആകുമ്പോൾ 5000 രൂപയായി. അപ്പോൾ അതൊക്കെയാണ് ഇനി നമുക്ക് വരാനുള്ളത്. അപ്പോൾ ഇത്ര സാധനം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് ബാക്കിൽ ഒരു ZMRൻ്റെ മൺകാടുടെ മന്നം അത് വന്നാൽ മാത്രമേ ആ മൺകാട് ഫിറ്റ് ചെയ്തിട്ട് മാത്രമേ ഈ ബാക്കി കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ ഫിറ്റിംഗ് പണിക്കാർ ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാ സാധനം ഇതിൻ്റെ ഫുൾ ഫ്രണ്ട് കിറ്റ്, ഇതിൻ്റെ ഇന്നർ ഭാഗങ്ങൾ, ഇതിൻ്റെ സകല സാധനം നമുക്ക് മറ്റേ ഷോറൂമിൽ നിന്ന് കിട്ടും. ഓർഡർ ചെയ്യണമെന്നുള്ളൂ. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച, ചിലപ്പോൾ 3 ദിവസം അവൈലബിലിറ്റി അനുസരിച്ച് സാധനം കിട്ടുന്നതാണ്. കരിസ്മയുള്ളൊരു ആരാധന കൊണ്ട് നമ്മൾ കരിസ്മ 2ാമത് റീസ്റ്റോറേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ വെച്ചാൽ ഇതിൻ്റെ പഴയ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഉള്ള വണ്ടി എൻ്റെ കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കാണാത്ത വേണ്ടി കണ്ടു നോക്കുക. ആ വണ്ടിയും ഈ വണ്ടിയും തമ്മിൽ വ്യത്യാസം അപ്പോൾ മനസ്സിലാവും. അപ്പോൾ മച്ചാൻ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് വീഡിയോ ആണ്. കുറച്ച് ഓഫ് റോഡ് ഭ്രാന്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കയറി കാണാം, ഈ ചാനലിൽ കയറി വീഡിയോ കാണാം. അപ്പോൾ മച്ചാൻ ഇതിൻ്റെ ഫ്രണ്ട് കിറ്റൊക്കെ വന്നിട്ട് നമുക്കിനി അടുത്ത വീഡിയോ ചെയ്യാം. ഇത് കുറച്ച് ഫിറ്റിംഗ് സ്ക്രൂസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പിന്നെ മെയിനായിട്ട് കാര്യത്തിൽ നമ്മുടെ സെഡമാറിൻ്റെ മൺകാട് വരണം. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ മച്ചാൻ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ മച്ചാൻ, അടുത്ത വീഡിയോയിലും കാണാം.